കുളിക്കാനായിട്ട് അച്ഛനും മോനും എല്ലാവരുമായിട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മുട്ടോളം വെള്ളം മാത്രമാണ് ഉള്ളത് കേട്ടോ. ഉള്ളിലോട്ട് പോകാൻ പാടില്ല, സേഫ് ഉള്ള സ്ഥലം നോക്കി വേണം കുളിക്കാൻ. അത് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആരും ഉള്ളിലോട്ട് പോയി അപകടങ്ങളൊന്നും വരുത്താതിരിക്കുക. ഒരു പൈസ ചെലവില്ലാതെ ഫിഷ് പാ വേണമെന്നുള്ളവർക്ക് ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. കപ്പയും ബീഫും ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അരമണിക്കൂർ ആകുമെന്ന് പറഞ്ഞു, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇവിടെ വന്ന് കഴിക്കും കേട്ടോ. നമ്മൾ ഇവിടെ ഓർഡർ അനുസരിച്ചാണ് അവർ കുക്ക് ചെയ്യുന്നത് കേട്ടോ. വേണമെങ്കിൽ നേരത്തെ പറയണം. ചിലപ്പോൾ അവർ കുറച്ച് പേർക്കായിരിക്കും ഫുഡ് വെക്കുന്നത്. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആരും വരികയും വേണ്ട. അത് പ്രത്യേകിച്ച് നിർദ്ദേശ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഫാമിലിക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞപ്പം ഇത്രയൊന്നും വിചാരിച്ചില്ല, വെറും വെള്ളക്കെട്ടെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ ഇത്ര അടിപൊളി സ്പോട്ടാണെന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത്രയും അധികമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. നല്ല അതിമനോഹരമായ ഫാമിലിക്ക് പറ്റിയ ഒരു സൈറ്റാണ്. നമുക്ക് ഫുഡൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഫുഡില്ലാതെ വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. ആ കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരും. ഇവിടെ അടിപൊളി കപ്പയും ബീഫുമാണ് കേട്ടോ. സൂപ്പർ. അത് ഇവിടെ ഇരുന്ന് കഴിക്കാം. അവിടെ തന്നെ വള്ളത്തിൻ്റെ പുറത്തിരുന്ന് വേണമെങ്കിൽ കഴിക്കാം, റബ്ബർ തോട്ടത്തിലിരുന്ന് കഴിക്കാം, എങ്ങനെ വേണമെങ്കിൽ കൈ പിടിച്ചെടുത്താൽ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളത്തിനകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. സൂപ്പർ, അടിപൊളി. ഇതൊക്കെ കഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണം. ഈ കാറ്റുമൊക്കെ അടിക്കുമ്പോൾ ഒന്ന് ഈ വെള്ളത്തിൻ്റെ ഈ പടിയേൽ കിടന്ന് ഉറങ്ങാമെന്നുള്ള പരിപാടിയിലാണ്. ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്നുള്ള പരിപാടിയാണ്. എൻ്റെ ലൊക്കേഷൻ വരുന്നത് കാട്ടാക്കടയിൽ നിന്നും നേരെ നെയ്യാർ ഡാം റോഡ് കയറിയിട്ട് നേരെ അമ്പൂരി റോഡിലേക്ക് വന്നിട്ടാണ് തിരിയുന്നത്. മായം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ ലൊക്കേഷൻ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് നോക്കി വന്നാൽ മതി.